Hello students, welcome back to Issue Plus Academy. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു സെക്കൻഡ് ടേം റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു റിവിഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു റിവിഷനിലൂടെ നോക്കുന്നത്. അപ്പം ഈ ഒരു റിവിഷനിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലും എഫക്റ്റീവ് ആവുക. ഇതിന് മുൻപുള്ള എല്ലാ റിവിഷൻ ക്ലാസ്സും എല്ലാ പാർട്ട് റിവിഷനും എല്ലാവരും കവർ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് 51 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാം ടൈം ഉണ്ടാവുക. 51 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്. അതിൽ ടോട്ടൽ മാർക്ക് 100 മാർക്കിനായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ 1-ൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ 1 മുതൽ 20 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ഓപ്ഷൻസ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അത് ഓരോ മാർക്കായിരിക്കും. അങ്ങനെ 20 മാർക്ക് അങ്ങനെ സ്കോർ ചെയ്യാം. പിന്നെ അതിൻ്റെ സെക്ഷൻ ബിയിലോട്ട് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം അതിൽ നിങ്ങൾക്ക് 2 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും പിന്നെ കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനാപ്റ്റാകുന്ന ഒരു 1 വേർഡ് ആൻസർ എഴുതാനൊക്കെ പറയുന്ന ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 21 to 35 വരെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ പറയുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ മാർക്കിനനുസരിച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എഴുതാനാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 36 മുതൽ സെക്ഷൻ സി പാർട്ടിലോട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ കംപ്ലീറ്റ് ആവും. പിന്നെ സെക്ഷൻ സിയിലോട്ട് വരുമ്പോൾ 36 ക്വസ്റ്റ്യൻ നമ്പർ 36 മുതൽ 41 വരെയാണ് സെക്ഷൻ സിയിലുള്ളത്. അതിൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 2 മാർക്ക് വീതമുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു 30 to 50 വേർഡ്സിൽ ഉൾക്കൊള്ളിച്ച് എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ എഴുതുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 42 മുതൽ 47 വരെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു റേഞ്ച് വരുന്നത് ഒരു 50 മുതൽ 80 വേർഡ്സിന് ഉള്ളിൽ ഉൾക്കൊള്ളിച്ച് എഴുതാനായിരിക്കും. ആ ഒരു മാർക്ക് എത്രയാണോ ഓരോ ക്വസ്റ്റ്യനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇതൊരു 30 to 50 വേർഡ്സിൽ ഉൾക്കൊള്ളിക്കാനാണ് ഈ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അല്ല, 50 to 80 വേർഡ്സിൽ എഴുതുക ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ ആണ് ലാസ്റ്റ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും 48 to 51. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് നല്ല കൂടുതൽ കണ്ടൻറ്റ് ഉൾപ്പെടുത്തി എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ. അതിൽ നിങ്ങൾക്ക് ഒരു 120 വേർഡ്സിനുള്ളിലായിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഇനി നോക്കാം. ഫസ്റ്റ് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുക. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 20 മാർക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ടോട്ടൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനി കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് കോമ്പാക്ട് ഡിസ്ക് for computer have become obsolete. Google with its Google Drive service, Apple with its iCloud offering enables that users store documents, photo, music and movies on web-based server. Identify the feature of business environment being described in the above lines. Options തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടേഴ്സ്. ഓപ്ഷൻ ബി ഇന്റർറിലേറ്റഡ്നെസ്. ഓപ്ഷൻ സി അൺസർട്ടനിറ്റി. ഓപ്ഷൻ ഡി കോംപ്ലക്സ്. അപ്പം ഇത് ഞാനിവിടെ ആൻസർ റെഡ് ഇങ്ക് കൊണ്ട് എഴുതിയതാണ് കേട്ടോ ആൻസർ. അപ്പോൾ ഇത് എന്താണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് കോമ്പാക്ട് ഡിസ്ക്, നമ്മുടെ CD കമ്പ്യൂട്ടറിലൊക്കെ ഇടുന്ന CDs. പിന്നെ എന്താണ് ഗൂഗിൾ വിത്ത് ഇറ്റ്സ് ഗൂഗിൾ ഡ്രൈവ് സർവീസ്. ആപ്പിൾ വിത്ത് ഇറ്റ്സ് iCloud offering enable users to store documents, photos, music and movies on web-based server. അപ്പോൾ ഈ ഒരു നമുക്ക് CDs ഒക്കെ ഒബ്സലേറ്റ് ആയി എന്ന് വെച്ചാൽ ഒക്കെ പോയി കഴിഞ്ഞു. CD സർവീസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒബ്സലേറ്റ് ആയി കഴിഞ്ഞു.
നമുക്ക് ഗൂഗിളിന് എന്താണ് ഗൂഗിൾ ഡ്രൈവ് സർവീസ് ഉണ്ട്, ആപ്പിളിന് എന്താണ് ഐക്ലൗഡ് സർവീസ് ഒക്കെ ഉണ്ട്. അതിൽ എന്താണ് നമുക്ക് ഡാറ്റാസും നമ്മുടെ ഡോക്യുമെൻറ്റ്സും മ്യൂസിക്കും മൂവീസും എല്ലാം എന്താണ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള സെർവർ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പം ഇതുവരെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. ഇതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ദ ഫീച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ബീങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി എബവ് ലൈൻസ്. അപ്പോൾ ഇതിൽ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് അതിനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്കറിയാം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്ഥിതി എന്ന് പറയുമ്പോൾ എന്താണ് കുറേ കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, ലീഗൽ, ടെക്നോളജിക്കൽ, ഇക്കണോമിക്, ഡെമോഗ്രാഫി, ഈ ഒരു എൻവയോൺമെൻറ്റുകളെല്ലാം ഉള്ള ആ ഒരു ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് എന്താണ് നമുക്ക് ഈ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺസർട്ടൈൻ ആണ്, അനിശ്ചിതമായി നിൽക്കുന്ന ഒരു കാര്യമല്ലേ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവും അതുപോലെ ആപ്പിളിൻ്റെ ഐക്ലൗഡും ഒക്കെ എന്താണ് നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഓരോ ടെക്നോളജീസ് വരുമ്പം പഴയൊരു കാര്യം എന്താണ് ഒബ്സൊലേറ്റ് ആയി പഴയ കാര്യം എന്താണ് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യാറ്. അപ്പം ആ ഒരു സന്ദർഭം അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസറാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ബിസിനസ് എൻവയോൺമെൻറ്റും ആയിട്ട് ആപ്റ്റായിട്ട് വരുന്ന ഒരു വേർഡ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ, അൺസർട്ടനിറ്റി, അനിശ്ചിതത്വമാണ്. അപ്പോൾ എന്താ വെച്ചാൽ നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല, അനിശ്ചിതമാണ്, സെർട്ടൈൻ ആയിട്ടല്ല അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അൺസർട്ടനിറ്റി ആണ്. അപ്പം നാളെ ഇപ്പം ഓരോ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഇതിലോട്ട് വരുന്ന സമയത്ത്, നമ്മുടെ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് അറിയില്ല നാളെ എന്ത് സംഭവിക്കും, നാളത്തെ കാര്യം ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങൾ പുറത്താവും. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും ആക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് അൺസർട്ടനിറ്റി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ദി Option A, integrating the economy of a country with the world economy. Option B, reduction in the number of industries reserved for the public sector. Option C, reducing the role of public sector. Option D, process of eliminating unnecessary controls and restrictions. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഈ ഒരു 3 കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ്റഗ്രേറ്റിംഗ് ദ ഇക്കണോമി ഓഫ് എ കൺട്രി വിത്ത് ദ വേൾഡ് ഇക്കണോമി. അപ്പം ഓപ്ഷൻ എയിൽ പറയുന്നത് ഗ്ലോബലൈസേഷനെയാണ് അല്ലേ, ഗ്ലോബലൈസേഷനെയാണ് ഇതിൽ പറയുന്നത്. എന്താണ് ഇക്കണോമി ഓഫ് എ കൺട്രി വിത്ത് വേൾഡ് ഇക്കണോമി ആയിട്ട് കണക്ട് ചെയ്യുന്ന, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇക്കണോമി ഓഫ് എ കൺട്രി വിത്ത് വേൾഡ് ഇക്കണോമി എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ് ഫോർ ദി പബ്ലിക് സെക്ടർ. അപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു എന്താണ് പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുന്നത്, റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ് ഫോർ ദ പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു ആധിപത്യം കുറയ്ക്കുന്നത് എന്താണ്? പ്രൈവറ്റൈസേഷൻ ആണ് അല്ലേ, പ്രൈവറ്റൈസേഷനാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സി എന്താണ് ചോദിച്ചത്? റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ കുറയ്ക്കുന്ന കാര്യം എന്താണ്? അതും പ്രൈവറ്റൈസേഷനിൽ തന്നെയാണ്. പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു ആധിപത്യവും റോളും കുറയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് അതും ഒരു പ്രൈവറ്റൈസേഷൻ ആണ്. അപ്പോൾ ലിബറലൈസേഷൻ ആണ് നമ്മളോട് ചോദ്യം ചോദിച്ചത്. ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ദി എന്താണ്? പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ലിബറലൈസേഷനെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് കേട്ടോ, ഉദാരവൽക്കരണത്തെ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം എന്താണ് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയൊക്കെ മോചിപ്പിക്കുക എന്നാണ് ഈ ഒരു ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ, പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ആണ് ലിബറലൈസേഷൻ കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. an example of ethical business practices. അപ്പോൾ എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസിൻ്റെ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ടു ചാർജ് മാക്സിമം പ്രൈസസ് ഫ്രം ദി കസ്റ്റമേഴ്സ്.
Option B, to use less weights for commodities. Option C, to pay taxes to government correctly and promptly. Option D, indulge in unfair trade practices. അപ്പോൾ ഇതിൽ ഏതാണ് ബിസിനസ് എത്തിക്സിന് എത്തിക്കൽ പ്രാക്ടീസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ടു പേ ടാക്സസ് ടു ഗവൺമെൻറ് കറക്റ്റ്ലി ആൻഡ് പ്രോംപ്റ്റ്ലി. എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം മോറൽ ഓഫ് പ്രിൻസിപ്പിൾസ് ഫോളോഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ചിന്തിക്കുമ്പോൾ ബിസിനസ് ചിന്തിക്കുന്ന കുറച്ച് എന്താണ് സദാചാര മൂല്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സദാചാര മൂല്യങ്ങളും ബിസിനസ് അതുതന്നെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒക്കെ എന്താണ്? മാക്സിമം പ്രൈസസ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാക്സിമം ഒരു കമ്മോഡിറ്റിക്ക് മാക്സിമം പ്രൈസ് വാങ്ങിക്കുന്നത് എന്താണ്? ഒരു എത്തിക്കൽ പ്രാക്ടീസ് അല്ല. അതുപോലെ എന്താണ്? ടു യൂസ് ലെസ് വെയ്റ്റ്സ് ഫോർ കമ്മോഡിറ്റീസ്. തൂക്കങ്ങളും അളവുകളൊക്കെ കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ എന്താണ്? ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബിസിനസ് മാനിന് യോജിച്ച കാര്യമല്ല, അതൊരു അൺഎത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെന്താണ്? ഇൻഡൽജ് ഇൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. എന്താണ്? അനാവശ്യമായിട്ടുള്ള കച്ചവടത്തിലൊക്കെ ഏർപ്പെടുന്നതൊന്നും എന്താണ്? ബിസിനസ്സിൻ്റെ എത്തിക്സിനെ എത്തിക്സ് ആയിട്ട് ഒരു കണക്കാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ടു പേ ടാക്സസ് ടു ഗവൺമെൻറ് കറക്റ്റ്ലി ആൻഡ് പ്രോപ്പർലി. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അടയ്ക്കുന്നത് എല്ലാം പ്രോപ്പറായിട്ട് അടയ്ക്കുന്നതാണ് എന്താണ് ഒരു ബിസിനസ് എത്തിക്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മറ്റേതൊക്കെ എന്താണ്? എത്തിക്കൽ പ്രാക്ടീസിന് യോജിച്ചതല്ല എന്ന് തന്നെ പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസീസ് ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി? Option A, increasing competition. Option B, more demanding market customers. Option C, market orientation. Option D, changes in agricultural practices. അപ്പോൾ ഇതിൽ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പം ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എന്നാണ് ഇമ്പാക്റ്റ്, നമ്മുടെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസീൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെയും ഇൻഡസ്ട്രീനെയും ബാധിക്കാത്ത ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൈസസ് ആണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ മാറ്റങ്ങളൊക്കെ എന്താണ്? നയമാറ്റങ്ങൾ ബിസിനസ്സിലും വ്യവസായത്തിലും സ്വാധീനിക്കാത്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ആൻസറാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോമ്പറ്റീഷൻ ഇൻക്രീസ് ആവുന്നതും നമ്മുടെ മാർക്കറ്റിൻ്റെ മോർ ഡിമാൻഡിങ് മാർക്കറ്റ് കസ്റ്റമേഴ്സ്, മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ഒക്കെ എന്താണ്? ബാധിക്കുന്ന ഘടകങ്ങളാണ്. ബാധിക്കാത്തൊരു ഫാക്ടർ എന്താണ്? ചേഞ്ച് ഇൻ അഗ്രികൾച്ചറൽ പ്രൈസസ് ആണ് നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് നയമാറ്റങ്ങൾക്കും ബിസിനസ്സിലും വ്യവസായത്തിലും ഒന്നും ചെലുത്തുന്ന സ്വാധീനമല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. ഇപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഓപ്ഷൻ ബി, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അറ്റ് എനി കോസ്റ്റ്. ഓപ്ഷൻ സി, റെഡ്യൂസ് അൺസർട്ടനിറ്റി. ഓപ്ഷൻ ഡി, ലെസ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, റെഡ്യൂസ് അൺസർട്ടനിറ്റി. അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അൺസർട്ടനിറ്റി കുറയ്ക്കുക എന്നുള്ളത് അല്ലേ. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഓപ്ഷൻ എ, ഓർഗനൈസിങ്. ഓപ്ഷൻ ബി, പ്ലാനിങ്. ഓപ്ഷൻ സി, കൺട്രോളിങ്. ഓപ്ഷൻ ഡി, ബഡ്ജറ്റ്. ഓപ്ഷൻ ബി, പ്ലാനിങ് ആണ്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ അല്ലാത്തതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ, റിജിഡിറ്റി. ഓപ്ഷൻ ബി, ലിമിറ്റേഷൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ടൈം സേവിങ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. The government of India introduced a radical change in economic policies in the year. Option A, 1995. Option B, 1981. Option C, 1991. Option D, 2002.
ഓപ്ഷൻ സി ആണ് ആൻസർ. 1991 ഇന്ത്യ എന്താണ് ഒരു ഇക്കണോമിക് പോളിസീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ചേഞ്ചസ് നമ്മുടെ സാമ്പത്തിക ആസൂത്രണ നയമൊക്കെ വന്നത് 1991 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ ടു എൻഷുർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ ടു പ്രൊവൈഡ് റെഗുലർ കറക്റ്റ് ആൻഡ് ആഡിക്വേറ്റ് ഇൻഫർമേഷൻ ഓൺ ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, മൂന്നാമത്തേത് ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് റെഗുലർ ഡിവിഡൻഡ്, നാലാമത്തേത് ടു പ്രൊവൈഡ് സർവീസസ് such as housing, medical care, recreation, etc. Choose the correct option from the options given below. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഇൻക്ലൂഡ്. അപ്പം ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ആരോടൊക്കെ ഉള്ളത്? ഷെയർ ഹോൾഡേഴ്സിനും ഓണേഴ്സിനും ഉള്ളത്. ഇതിൽ ഏതൊക്കെയാണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ എ എന്താണ്? ഓൺലി 1 and 4. ഓപ്ഷൻ ബി ഓൺലി 1 and 3. ഓപ്ഷൻ സി 1, 2, 3 and 4. ഓപ്ഷൻ ഡി 1, 2 and 3 ഓൺലി. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1, 2 and 3 ആണ്. അപ്പോൾ എന്താണ് ഇതിൽ ഷെയർ ഹോൾഡേഴ്സിനോടും അതുപോലെ തന്നെ ബിസിനസ്സിലെ ഓണേഴ്സിനോടും ഉള്ള ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ടു എൻഷുർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, to provide regular, correct and adequate information on the financial aspects. ഓപ്ഷൻ 3 എന്താണ്? ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് റെഗുലർ ഡിവിഡൻഡ്. അപ്പോൾ ഇത്രയുമാണ് ഷെയർ ഹോൾഡേഴ്സിനോടും ഓണേഴ്സിനോടും ഉള്ള ബിസിനസ്സിൻ്റെ കടമകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം refers as a choice of that combination of ഓപ്ഷൻ എ ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്, ഓപ്ഷൻ ബി ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, ഓപ്ഷൻ സി ഡിവിഡൻഡ് ആൻഡ് വെൽത്ത്, ഓപ്ഷൻ സി ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ്. ഓപ്ഷൻ ബി ആണ്, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് ആൻസർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം refers as a choice of that combination of debt and equity. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണെന്ന് നമുക്കറിയാം അല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടം വാങ്ങിയ പൈസയും നമ്മുടെ സ്വന്തം പൈസയും, ഇപ്പോൾ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ള പൈസയും അതുപോലെ ഓൺഡ് പൈസയുടെയും കോമ്പിനേഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സ്വന്തം മണിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡെപ്റ്റും ആൻഡ് ഇക്വിറ്റിയും ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫേമിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. ദർ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് മാർക്ക്ഡ് ആസ് അസേർഷൻ എ ആൻഡ് റീസൺ ആർ. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. അസേർഷൻ എ എന്താണെന്ന് നോക്കാം. Equity shareholders return consists of 2 components-wise dividends and a capital gains. Reason, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഡിവിഡൻഡ് ഡിസിഷൻ is concerned with the taking decision with regards to the net profit distribution which is related either to pay dividend to shareholders or retain in the business. അപ്പം ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ എന്താണ്? എ is correct, R is wrong. Option B, both A and B are correct, but R is not the correct explanation of A. Option C, both A and R are incorrect. Option D, both A and R are correct and R is the correct explanation of A. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അസേർഷനും റീസണും ആയിട്ട് 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസേർഷനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ കൺസിസ്റ്റ് ഓഫ് 2 കോമ്പണൻസ് വൈസ് ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത് എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ ഇസ് കൺസേൺഡ് വിത്ത് ടേക്കിംഗ് ഡിസിഷൻ വിത്ത് റിഗാർഡ്സ് ടു ദ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് റിലേറ്റഡ് ഐദർ ടു പേ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓർ ടു റിട്ടൈൻ ഇൻ ദ ബിസിനസ് ഓൾട്ടർനേറ്റീവ്. അപ്പം 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അസേർഷൻ ആൻഡ് റീസൺ. അപ്പോൾ അസേർഷൻ എയിൽ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ
അവർക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, 2 കോമ്പണൻസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡിവിഡൻറ്റ്, അതായത് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം ഡിവിഡൻറ്റ് ആയിട്ട് കിട്ടുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അടുത്തത് ക്യാപിറ്റൽ ഗെയിൻസ്, അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് അവർക്ക് കിട്ടുന്നതെന്നാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് ഒരു അപ്രിസിയേഷൻ പോലെ കിട്ടുന്നതാണ് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ എന്താണ്, നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എയും ആറും 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, പക്ഷെ 6 അല്ല എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ 2ഉം ശരിയാണ് അല്ലേ. നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്താണ്, അവർക്ക് ആ ഒരു ഡിവിഡൻറ്റ് ആ ഒരു 2 കോമ്പണൻ്റ് ആയിട്ടാണെന്ന് പറയുന്നത്. ഒന്ന് ഡിവിഡൻ്റ് ആണ്, അതായത് അവർ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ്, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണത്തിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് കിട്ടുന്നുണ്ട്, അതാണ് ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ കോൺട്രാക്ട് വെയർ ബൈ വൺ ക്യാൻ യൂസ് ദ അസറ്റ്സ് ഓഫ് അതർ വിത്ത് ഡ്യൂ പെർമിഷൻ ഓഫ് ദ ഓണർ ഓൺ എ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് വിത്തൗട്ട് പർച്ചേസിങ് ദം. അപ്പോൾ എന്താണ്, ഓപ്ഷൻ എ റെൻറ്റ് എഗ്രിമെൻറ്റ്, ഓപ്ഷൻ ബി ലീസ്, ഓപ്ഷൻ സി കൺവെയൻസ് ഡീഡ്, ഓപ്ഷൻ ഡി എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. ഓപ്ഷൻ ബി ആണ്, ലീസ് ആണ് കേട്ടോ. ലീസ് ആണ് ഒരു കോൺട്രാക്ട്. ലീസ് ഈസ് എ കോൺട്രാക്ട് വെയർ ബൈ വൺ ക്യാൻ യൂസ് ദി അസറ്റ് ഓഫ് അതർ ഡ്യൂ വിത്ത് ദ പെർമിഷൻ ഓഫ് ഓണർ ഓൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് വിത്തൗട്ട് പർച്ചേസിങ് ദ. അപ്പോൾ നമ്മളതൊരു സാധനം എടുക്കാതെ നമ്മൾ പണയത്തിന് എടുക്കുക എന്ന് പറയില്ല, അതാണ് ആ ഒരു ലീസ്. അപ്പോൾ ലീസാണ് ഇവിടെ ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഫോളോയിങ് ആർ ദ കോമ്പണൻസ് ഓഫ് 4 P's എക്സെപ്റ്റ് ഓപ്ഷൻ എ പ്രൊഡക്റ്റ്, ഓപ്ഷൻ ബി പ്ലേസ്, ഓപ്ഷൻ സി പ്രൈസ്, ഓപ്ഷൻ ഡി പബ്ലിക്. അപ്പോൾ ഇതിൽ പ്രൈസിങ്ങിൻ്റെ നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിൻ്റെ കോമ്പണൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചാപ്റ്റർ 15ലുള്ള. അപ്പോൾ ഇതിലെന്താണ് 4 P's എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിങ്ങിൻ്റെ കോമ്പണൻസ് ആയിട്ടുള്ള 4 P's ഉണ്ട്. എന്തൊക്കെയാണ്, പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രമോഷൻ. ഈ ഒരു 4 P'സിൽ ഉൾപ്പെടാത്ത ഒരു ഘടകം ഇതിൽ ഏതാണ്, പബ്ലിക്കാണ്. അപ്പോൾ പബ്ലിക്കാണ് ഇതിൽ 4 P'സിൽ എക്സെപ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൈസ്, പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പോൾ ഈ ഒരു പബ്ലിക് ഇതിൽ റോങ് ആൻസർ ഇല്ല. നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസർ പബ്ലിക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തതാണ് പബ്ലിക്. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ? ഓപ്ഷൻ എ, the entire building is divided into a number of departments or sections. Option B, in which department specific type of goods like stationery items, books, electronic goods, garments, jewelry, etc. are made available. Option C, these stores also provide the facility like free home delivery of goods, execution of telephonic order for goods, credit facility, etc. Option D, large amount of capital investment is required to start and run a departmental store. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ? ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ആൻഡ് റൺ എ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. അപ്പോൾ വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് ഇതിൽ നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്തൊരു ആൻസർ കേട്ടോ. മറ്റേതെന്താണ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എൻറ്റയർ ബിൽഡിങ്ങിൽ എന്താണ് കുറേ പാർട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, കുറേ പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും. പിന്നെ എന്താണ്, സ്റ്റേഷനറി, സ്പെസിഫിക് ആയിട്ട് സ്റ്റേഷനറി ഐറ്റംസ്, ബുക്സ്, ഇലക്ട്രോണിക്സ്, ഗാർമെൻറ്റ്സ്, ജ്വല്ലറി ഒക്കെ സെപ്പറേറ്റ് ഉണ്ടാവും. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൻ്റെ ഫീച്ചർ ആണല്ലേ. അതുപോലെ എന്താണ്, ദ സ്റ്റോർസ് ഓൾസോ പ്രൊവൈഡ് ദ ഫെസിലിറ്റി, ഹോം ഡെലിവറി സർവീസ് ഉണ്ടാവും. അതുപോലെ എന്താണ്, നമ്മുടെ എല്ലാ ടെലിഫോണിക് ഓർഡർ ഓർ ഗുഡ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൻ്റെ ഫീച്ചർ അല്ലാത്തത് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ആൻഡ് റൺ എ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. അത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. Retailing is a type of small scale retail trade in which retailers move around and sell a variety of items directly to the consumers. Option A, itinerant. Option B, fixed shop. Option C, departmental. Option D, chain. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ഇറ്റിനറൻ്റ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക്
റീറ്റെയിലിംഗ് ട്രേഡ്, നമ്മുടെ സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ട്രേഡിനെ വെറൈറ്റി കുറേ നമുക്കിങ്ങനെ ഉന്തുവണ്ടിക്കാരൊക്കെ വരില്ലേ, അതൊക്കെ എന്താണ് ഇറ്റിനറൻറ്റ് ട്രേഡാണ്. എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സായിട്ട് വെറൈറ്റി പ്രൊഡക്ട്സ് അവർ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യുന്നു. ആ ഒരു ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റീറ്റെയിലിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ട്രേഡ് വിച്ച് ഇസ് റീറ്റെയിലർ മൂവ് അറൗണ്ട് ആൻഡ് സെൽ എ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഡയറക്ട്ലി ടു ദി കൺസ്യൂമേഴ്സ്. അപ്പം കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവർ സെല് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പെഡസ്ട്രൽ അതുപോലെ തന്നെ ഇറ്റിനറൻ്റ് ഒക്കെ എന്താണ് അതിന് എക്സാമ്പിളാണ്. ഫിക്സഡ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഡയറക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് അവർ പോയിട്ട് സെല് ചെയ്യുന്നതല്ലല്ലോ, ഒരു ഫിക്സഡ് ആയിട്ടൊരു ഷോപ്പാണ്. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറും ചെയിൻ സ്റ്റോറൊക്കെ എന്താണ്, ചെയിൻ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ ഒരേപോലത്തെ സ്റ്റോഴ്സ്, ഒരേ പ്രൊഡക്റ്റ് വിൽക്കുന്ന സ്റ്റോഴ്സാണ്. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് വലിയൊരു ബിൽഡിങ്ങിൽ കുറേ സെക്ഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൽ ഇറ്റിനറൻ്റ് ട്രേഡാണ് എന്താണ് എല്ലാ സ്ഥലത്തും പോയിട്ട് സാധനങ്ങൾ വിൽക്കുന്ന, ഡയറക്റ്റായിട്ട് കൺസ്യൂമറിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഇറ്റിനറൻ്റ് ട്രേഡാണ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഹോൾസെല്ലേഴ്സ് ടു മാനുഫാക്ചേഴ്സ് ഇൻക്ലൂഡ് ഓപ്ഷൻ എ റെഗുലർ സപ്ലൈ, ഓപ്ഷൻ ബി റിസ്ക് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ സി ബൾക്ക് ബൈയിങ്, ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ ഹെൽപ്പ്. ഓപ്ഷൻ സി ആണ് ബൾക്ക് ബൈയിങ് ആണ്. അപ്പോൾ ഹോൾസെല്ലേഴ്സ്, അപ്പോൾ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഹോൾസെല്ലേഴ്സ് ടു മാനുഫാക്ചേഴ്സ്. അപ്പോൾ ഹോൾസെല്ലേഴ്സ് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന ഒരു സേവനം എന്താണ്, ബൾക്ക് ബൈയിങ്. അപ്പോൾ ഈ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഹോൾസെല്ലേഴ്സ് എന്താണ് വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതാണ് ഹോൾസെല്ലേഴ്സ് മാനുഫാക്ചേഴ്സിന് നൽകുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത്, ബൾക്ക് ബൈയിങ്, ഓപ്ഷൻ സി. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസോഴ്സസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ഇ ബിസിനസ് ഇംപ്ലിമെൻറ്റേഷൻ നോട്ട് ഇൻക്ലൂഡ്സ്. ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇ ബിസിനസ്സിന് എന്താണ് ആവശ്യമില്ലാത്ത ഒരു ഘടകമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വെബ്സൈറ്റ്, ഓപ്ഷൻ ബി ടെക്നിക്കലി ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ്, ഓപ്ഷൻ സി ആഡിക്വേറ്റ് കമ്പ്യൂട്ടേഴ്സ്, ഓപ്ഷൻ ഡി ബിഗ് ഓഫീസ് ബിൽഡിംഗ്. ഓപ്ഷൻ ഡി ആണ് ബിഗ് ഓഫീസ് ബിൽഡിംഗ്. എന്താണ്, ഒരു ഇ ബിസിനസ്സിന്, ഒരു ഇ കൊമേഴ്സിന് ആവശ്യമില്ലാത്ത ഒരു ഫാക്ടറാണ് ബിഗ് ഓഫീസ് ബിൽഡിംഗ്. എന്താണ്, കാരണം അവരെന്താണ് ത്രൂ ഇൻ്റർനെറ്റിലൂടെയാണ് എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്യുന്നത്. അവിടെ ആരും എന്താണ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യകത അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ബിഗ് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ആവശ്യമില്ല. അതാണ് ഒരു ഇ ബിസിനസ്സിന് ആവശ്യമില്ലാത്തൊരു ഘടകം എന്ന് പറയുന്നത്. ബാക്കിയുള്ളൊരു പ്രോപ്പറായിട്ട് നല്ലൊരു വെബ്സൈറ്റ് ആവശ്യമുണ്ട്. അതുപോലെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആവശ്യമാണ്, ആഡിക്വേറ്റ് കമ്പ്യൂട്ടേഴ്സ് ആവശ്യമാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ് ഈ ബിസിനസ്സിന് ആവശ്യമാണ്. ആവശ്യമില്ലാത്തൊരു ഘടകം എന്താണ്, ബിഗ് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ആവശ്യകത ഇല്ല. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അരുൺ ഡിസൈഡഡ് ടു സെൽ ഹിസ് ഓൾഡ് ബുക്സ് ടു ഹിസ് ഫ്രണ്ട്സ് ബ്രദർ രാകേഷ്. This is a dash transaction. Option A B2B, option B B2C, option C intra B, option D C2C. അപ്പോൾ ആരാണ് ഇതിൽ, അരുണാണ് എന്താണ് അവൻ്റെ ഓൾഡ് ബുക്സ് ഫ്രണ്ടായിട്ടുള്ള രാകേഷിന് കൊടുക്കുക എന്ന് വിചാരിക്കുന്നത്. അത് എന്ത് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ്, കസ്റ്റമർ ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ഒരു കസ്റ്റമറാണ് അരുണ് എന്താണ് വേറൊരു ഫ്രണ്ട്, അതും വേറൊരു കസ്റ്റമറാണ്, രാകേഷിന് സെല് ചെയ്യുന്നു. അപ്പോൾ അതാണ് കസ്റ്റമർ ടു കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. വിഡ്രോവൽ ഓഫ് മണി ഫ്രം ATM is an example of dash type of transaction. B2B, option A B2B, option B B2C, option C intra B, option D C2C. അപ്പോൾ വിഡ്രോവൽ ഓഫ് മണി ഫ്രം ATM നിന്ന് നമ്മൾ പണം പിൻവലിക്കുന്ന ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ്, ബിസിനസ് ടു കസ്റ്റമേഴ്സ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, B2C ആണ്, ബിസിനസ് ടു കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലോട്ട് പിൻവലിക്കുന്നതായതുകൊണ്ട് ബിസിനസ് ടു കസ്റ്റമേഴ്സ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ B2B ട്രാൻസാക്ഷൻ ബോത്ത് പാർട്ടീസ് ഇൻവോൾവ്ഡ് ആർ. ഓപ്ഷൻ എ മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ, ഓപ്ഷൻ ബി കസ്റ്റമേഴ്സ് ആൻഡ് കസ്റ്റമർ, ഓപ്ഷൻ സി ഹോൾസെല്ലർ ആൻഡ് കസ്റ്റമർ, ഓപ്ഷൻ ഡി റീറ്റെയിലർ ആൻഡ് കസ്റ്റമർ. അപ്പോൾ ഇൻ എ B2B ട്രാൻസാക്ഷൻ ബോത്ത് പാർട്ടീസ് ഇൻവോൾവ്ഡ് ആർ ആരാ, ബിസിനസ് ടു ബിസിനസ് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ്. അപ്പം വാങ്ങുന്ന ആളും അത് കൊടുക്കുന്ന ആളും ഒക്കെ ആരാണ്, ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ്സുകാർക്കിടയിൽ നടക്കുന്ന ആ ഒരു ഡീലിങ്സിനാണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ള ആൻസർ ഏതാണ്, ഓപ്ഷൻ എ മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ. അപ്പോൾ എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളും അതുപോലെ തന്നെ അത് സപ്ലയർക്ക് ആണ് അവർ സെല് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഡീലിങ്സ് ബിസിനസ് ടു ബിസിനസ്, മാനുഫാക്ചററും സപ്ലയറും തമ്മിലുള്ള
ആ ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ് നമ്മൾ B2B ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ മാനുഫാക്ചർ ആൻഡ് സപ്ലയർ. B2B ട്രാൻസാക്ഷൻ ബോത്ത് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാരും തമ്മിലാണ്. ഓപ്ഷൻ എ മാനുഫാക്ചർ ആൻഡ് സപ്ലയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ ബി ആണ് കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും പാർട്ടായിട്ട് വരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എ നോക്കാം. Dash refers to the negative and unfavorable external factors that are likely to create hurdles of a firm. എന്താണ്? Threats ആണ്. Threats refers to negative and unfavorable external factors that are likely to create hurdles for a firm. അതാണ് threats. നെക്സ്റ്റ് ബി പാർട്ട് നോക്കാം. Dash are the impact of government policy changes on business and industry. More demanding customers are the impact of government policy changes on business and industry. Next question, 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. In relation to types of business environment, match the column 1 with column 2. അപ്പം column 1 എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ കോളം 1 നിന്ന് കോളം 2 ഏറ്റവും മാച്ച് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫിൽ ചെയ്യാനാണ്. അപ്പം ഫസ്റ്റ് കോളത്തിൽ വരുന്നത് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, പിന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോളം 2 കൂടെ വായിക്കാം. Approaches, option A, approaches adopted for production of goods and services. Option B, regulation. Option C, government policies and attitude towards the business community. Option D, strength of capital market. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് മാച്ച് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? സ്ട്രെങ്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റുമായിട്ട് കണക്റ്റ് ആവാം. സ്ട്രെങ്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിന് ആപ്റ്റായിട്ട് വരുന്ന മാച്ച് ദ ഫോളോയിങ് നോക്കാം. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ എന്താണ് ആപ്റ്റായിട്ട് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ഗവൺമെൻറ് പോളിസീസ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ബിസിനസ് കമ്മ്യൂണിറ്റി. അപ്പോൾ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ബിസിനസ് കമ്മ്യൂണിറ്റി. മൂന്നാമത്തെ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, റെഗുലേഷൻസ് കാര്യങ്ങളായിട്ടാണ് കണക്റ്റ് ആവുക. നാലാമത്തെ എന്താണ്? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? approaches adopted for production of goods and services. നാലാമത്തത് എ ആയിട്ടാണ് കണക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം മാച്ച് ദ ഫോളോയിങ്ങിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയാമെന്ന് നോക്കാം. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലീഗൽ എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലേഷനായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വേഗം മനസ്സിലാവും ഗവൺമെൻറ് പോളിസീസുമായിട്ട് കണക്റ്റ് ആവുന്നതാണ്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ പ്രൊഡക്ഷനിലും സർവീസസിലും വരുന്ന ഓരോ പുതിയ ടെക്നോളജീസ്, അപ്പോൾ അതുമായിട്ട് കണക്റ്റ് ആവുന്ന അറിയാം. പിന്നെ എന്താണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിനാൻഷ്യൽ ഫിറ്റ്നസ്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്, ക്യാപിറ്റൽ മാർക്കറ്റ്, അതൊക്കെ ആയിട്ടാണ് ഈ ഒരു ഇക്കണോമിക് എൻവയോൺമെൻറ്റ് കണക്റ്റ് ആവുക. അങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Manufacturing department may be subdivided into stores, repairs, maintenance, production, etc. This is an example of functional structure. B part നോക്കാം. Dash shifts the power of decision making into lower level under a well considered plan. ഡീസെൻട്രലൈസേഷൻ ആണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണം ഡീസെൻട്രലൈസേഷൻ ആണ്. ഷിഫ്റ്റ് ഓഫ് പവർ ടു ഡിസിഷൻ മേക്കിംഗ് ടു ദ ലോ ലെവൽ അണ്ടർ എ വെൽ കൺസിഡേർഡ് പ്ലാൻ. എന്താണ്? അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇതിൽ ഓപ്ഷൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവില്ല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അധികവും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക, അത് പൂരിപ്പിക്കാം. വൺ വേർഡ് ആൻസർ ആയിട്ടാണ് എല്ലാം ചോദിക്കുക. ഗിവ് വൺ വേർഡ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നോൺ ആസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്? നമുക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓപ്ഷൻ ബി എന്താണ്? ബി പാർട്ട്.
ഈ സ്ട്രാറ്റജി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ് മെത്തേഡ്സ്. സ്ട്രാറ്റജി എന്താണ്? മെത്തേഡ്സിനാണ് ഡിറൈവ് ചെയ്യുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്, 25ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഡാഷ് റെഫേഴ്സ് ടു പ്ലാനിംഗ് റിഗാർഡിംഗ് ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദി എന്റർപ്രൈസ്, വേരിയസ് സോഴ്സസ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ആൻഡ് ദെയർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിങ് റെഫേഴ്സ് ടു ദ പ്ലാനിങ് റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദി എന്റർപ്രൈസ്, വേരിയസ് സോഴ്സസ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ആൻഡ് ദെയർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ബി പാർട്ട് നോക്കാം. ഡാഷ് റെഫേഴ്സ് ടു ദ സ്ട്രക്ചർ ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട്സ് റേസ്ഡ് ബൈ ദ കമ്പനി. ക്യാപിറ്റൽ സ്ട്രക്ചർ refers to the structure of total capital funds raised by the company. Next question നോക്കാം. give one word ആണ്. name the process that enables the management to foresee the funds requirements, both the quantum as well as the timing. financial planning ആണ് ആൻസർ. ബി പാർട്ട്. it is essentially the preparation of financial blueprint of a organization's future operation. identify the related concept. അപ്പോൾ എന്താണ്? നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിൻറ്റ് നൽകുക എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെയാണ് അല്ലേ? അതാണ് ആൻസർ. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് മെത്തേഡ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ്, പബ്ലിക് ഡെപ്പോസിറ്റ് ഓർ റിട്ടൻഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആർ ബീയിങ് റെഫേർഡ് ടു ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഈസ് ലെസ് കെയർഫുൾ അബൌട്ട് ഫണ്ട്സ് യൂട്ടിലൈസേഷൻ ബൈ ദിസ് മെത്തേഡ്. എന്താണ്? റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്? നമ്മുടെ കമ്പനിയിൽ തന്നെ നിക്ഷേപിക്കേണ്ട ഒരു തുക, അതിനെ പറ്റിയിട്ട് അത്ര അവെയർ ആയിരിക്കില്ല നമ്മുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ലെസ് കെയർഫുൾ അബൌട്ട് ഫണ്ട്സ് യൂട്ടിലൈസേഷൻ ബൈ ദിസ് മെത്തേഡ്. അപ്പോൾ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ, നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് വെച്ച് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അത്ര ബോധേഡായിരിക്കണമെന്നില്ല. നെക്സ്റ്റ് ബി പാർട്ട് എന്താണ്? ടു റേസ് ഫണ്ട്സ് ത്രൂ ദിസ് മെത്തേഡ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ഈസ് ജനറലി ഗിവൻ ത്രൂ ദ ന്യൂസ് പേപ്പേഴ്സ്. ഡിബഞ്ചേഴ്സ് ആണ് ആൻസർ. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ദാറ്റ് റിലേറ്റ് ടു ദ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. എ പാർട്ട് നോക്കാം. ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി, ദ ക്യാപിറ്റൽ ഇസ് റീഫണ്ടഡ് ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ബട്ട് ബിഫോർ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എന്താണ്? പ്രിഫറൻസ് ഷെയർ ആണ് അല്ലേ ആൻസർ. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ആണ്. ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി, ദ ക്യാപിറ്റൽ ഈസ് റീഫണ്ടഡ് ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ ബട്ട് ബിഫോർ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ. പി പാർട്ട് നോക്കാം. their holders are creditors of the company for a fixed period. ഡിബഞ്ചേഴ്സ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. give one word or phrase for which of the following statement. the component of എ പാർട്ടാണ്. ദ കോമ്പണൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് റിലേറ്റ്സ് ഓഫ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പ്ലേസ് ആണ്. പ്ലേസ്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ സെല് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ, നമ്മുടെ എല്ലാ ക്രയവിക്രയങ്ങളും നടത്തുന്നത് നമ്മുടെ ആ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഒരു സാധനം മറ്റുള്ളൊരു ആളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്ലേസ് ആണ് ആ ഒരു കോമ്പണൻറ്റ്. മാർക്കറ്റിംഗ്, നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന ആ ഒരു കോമ്പണൻറ്റ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കോമ്പണൻറ്റ് പ്ലേസ് ആണ്. ബി പാർട്ട് എന്താണ്? ദ കോമ്പണൻറ്റ്സ് ദാറ്റ് ആർ കമ്പൈൻഡ് ടു അച്ചീവ് ദ മാർക്കറ്റിംഗ് ഗോൾ ഇസ് മാർക്കറ്റിംഗ് മിക്സ്. ദ കോമ്പണൻറ്റ്സ് ദാറ്റ് ആർ കമ്പൈൻഡ് ടു അച്ചീവ് ദ മാർക്കറ്റിംഗ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗ് മിക്സ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെത്തേഡ് ഓഫ് പ്രൈസ് ഫിക്സേഷൻ ഇസ് ബീയിങ് റെഫേർഡ് ടു ഹിയർ? എ പാർട്ട് നോക്കാം. Rama fixes the price of shirts that he manufactures and sells at a price 10% higher than its cost. അതെന്താണ്? കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ആണ് അല്ലേ. അപ്പം നമുക്കറിയാം 2 ടൈപ്പ് പ്രൈസിങ് മെത്തേഡ് ഉണ്ട്. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങും ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ്ങും. അപ്പോൾ നമ്മുടെ ലാഭം, നമ്മുടെ ചിലവ് എല്ലാം കഴിച്ചിട്ട് നമുക്കൊരു ലാഭം, നമുക്കൊരു മാർജിൻ അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള ആ ഒരു തരത്തിൽ നമ്മൾ പ്രൈസിങ് ചെയ്യുകയാണെങ്കിൽ അത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ആയിരിക്കും അല്ലേ. ബി പാർട്ട് എന്താണ്? ഷാമ ഇൻട്രൊഡ്യൂസസ് എ ന്യൂ ബ്രാൻഡ് ഓഫ് ബിസ്ക്കറ്റ് അറ്റ് എ ലോ ഇൻട്രൊഡക്ടറി പ്രൈസ്. അതെന്താണ്? ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു ന്യൂ ബിസിനസ് ഫേം എന്താണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പക്ഷേ അവർക്ക് എന്താണ്, അവരുടെ മെയിൻ എയിം എന്താണ്? ചെറിയ പ്രൈസിൽ കൊടുത്തിട്ട് പിന്നെ കാലം കഴിയുന്തോറും പ്രൈസ് കൂട്ടാം. അവർക്ക് ഒരു മാർക്കറ്റിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയതിന് ശേഷം മാത്രം എന്താണ് പ്രൈസ് കൂട്ടാം എന്നുള്ളത്. എന്താണ്? ദീർഘകാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെല്ലെ അവർക്ക് പ്രോഫിറ്റ് ലഭിച്ചാൽ മതി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് പ്രൈസിങ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ്. അപ്പോൾ 2 കണ്ടീഷൻ എന്താണ്? ഒരാൾ എന്താണ്
10%, അവരുടെ കോസ്റ്റിൻ്റെ 10% ഹയർ ആയിട്ടാണ് അവർ സാധനം വിൽക്കുന്നത്. അവർക്ക് ആകെ ചിലവായതിൻ്റെ 10% അധികരിച്ചിട്ട്. മറ്റേ ഒബ്ജക്റ്റീവ് ബേസിൽ എന്താണ്, ശ്യാമ ആദ്യം എന്താണ് ഒരു പ്രൊഡക്റ്റ്, ഒരു ബിസ്ക്കറ്റ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ എന്താണ് ചെറിയ പൈസയ്ക്കാണ് അവർ കൊടുക്കാൻ തുടങ്ങിയത്. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which element of the promotion mix is being referred to in the following statement? A നോക്കാം. It is a temporary incentive to induce trial or purchase of a new product. അതെന്താണ്? സെയിൽസ് പ്രൊമോഷൻ ആണ് അല്ലേ? It is a temporary incentive to induce trial or purchase of a new product. Sales promotion. B എന്താണ്? It is an effective promotion tool for machines, lubricant, etc. പേഴ്സണൽ സെല്ലിങ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷനുണ്ട്, പേഴ്സണൽ സെല്ലിങ്. പേഴ്സണൽ സെല്ലിങ് എന്താ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കാര്യങ്ങളുടെ ഡെമോയൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സെല് ചെയ്യുന്നതാണ് പേഴ്സണൽ സെല്ലിങ്. സെയിൽസ് പ്രൊമോഷൻ എന്താണ്? ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവാണ്. എന്താണ്, ഒരു ട്രയലൊക്കെ കാണിച്ചിട്ട് എന്താണ് സെയിൽസ് പ്രൊമോഷൻ. നമ്മളിപ്പോൾ ഒരു ഡിറ്റർജൻസിൻ്റെത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ട്രയലൊക്കെ കാണിച്ചിട്ട് ഒരു ന്യൂ പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് സെയിൽസ് പ്രൊമോഷൻ. 32 നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് WT ഫോർ ഹോൾസെയിൽ ട്രേഡ് ആൻഡ് RT ഫോർ റീറ്റെയിൽ ട്രേഡ്. അപ്പോൾ റീറ്റെയിൽ ട്രേഡ്, അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ റീറ്റെയിൽ ട്രേഡ് ആണെങ്കിൽ RT എന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾസെയിൽ ട്രേഡ് ആണെങ്കിൽ WT എന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഓപ്ഷൻ എയിൽ വരുന്നത് എന്താണ്? ഡീലിംഗ് ഇൻ ലിമിറ്റഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. അപ്പം ലിമിറ്റഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ട്രേഡ് ആണ്. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുമ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അവർ ഡീൽ ചെയ്യില്ല, ലിമിറ്റഡ് വെറൈറ്റി പ്രൊഡക്ട്സ് മാത്രമേ ഡീൽ ചെയ്യുള്ളൂ. അതും ലാർജ് ക്വാണ്ടിറ്റി, അത് ഹോൾസെയിൽ ട്രേഡ് ആണ്. ഓപ്ഷൻ എ ഹോൾസെയിൽ ട്രേഡ്. ഓപ്ഷൻ ബി എന്താണ്? ഗുഡ്സ് പർച്ചേസ് ഫ്രം ഹോൾസെയിൽ ഫോർ റീസെയിൽ. അപ്പം ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് റീസെയിലിന് വേണ്ടിയിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ആരാണ്? റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആരാണ്? റീറ്റെയിലേഴ്സ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ഫുൾ ഫോം ഓഫ് ദി ഫോളോയിങ്. എ എന്താണ്? WWW എന്താണ്? വേൾഡ് വൈഡ് വെബിനാണ് നമ്മൾ www. എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി എന്താണ്? B2B. B2Bയുടെ ഫുൾ ഫോം എന്താണ്? ബിസിനസ് ടു ബിസിനസ്. അപ്പം ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ഇൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ. എ നോക്കുക. എ മെഷീൻ യൂസിങ് വിച്ച് വി ക്യാൻ വിഡ്രോ മണി ഫ്രം അവർ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് അറ്റ് അവർ കൺവീനിയൻസ്. എന്താണ്? ATM ആണ്. നമുക്ക് ഏതൊരു ടൈമിൽ നമ്മുടെ മണി വിഡ്രോ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ എന്താണ്? ATM, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ഓപ്ഷൻ ബി എന്താണ്? A system that allows the account holder to avail the banking facility over telephone. എന്താണ്? ടെലിഫോൺ ത്രൂ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നെറ്റ് ബാങ്കിങ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 2 internal sources of recruitment or explain any 2 sources of external recruitment. അപ്പോൾ 35ാമത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വെരി ഷോർട്ട് ആൻസർ 3 മാർക്ക് 4 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതുക, ഒന്നെങ്കിൽ നിങ്ങൾ ഇൻറ്റേർണൽ സോഴ്സസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം എഴുതുക, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്റ്റേണൽ സോഴ്സസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഒന്നെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ ഏറ്റവും അറിയുന്ന ആൻസർ വേണം കേട്ടോ ഓർ ക്വസ്റ്റ്യൻസിലൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ, മറ്റേത് സ്കിപ്പ് ചെയ്യുക അറിയാത്തത്. അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇൻറ്റേർണൽ സോഴ്സസിനെ പറ്റി നോക്കാം. ഇൻറ്റേർണൽ സോഴ്സസ് അഥവാ ആന്തരിക ഉറവിടങ്ങൾ. ആന്തരിക ഉറവിടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മറ്റ് പോസ്റ്റുകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ആന്തരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. ആന്തരിക ഉറവിടം അല്ലെങ്കിൽ ഇൻറ്റേർണൽ സോഴ്സസ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്പീഡായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മറ്റ് പോസ്റ്റുകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ആന്തരികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾസ് നോക്കാം. ഒരു ജീവനക്കാരനെ ഉയർന്ന ശമ്പളവും പദവിയും ഉത്തരവാദിത്വവും വഹിക്കുന്ന ഉയർന്ന തസ്തികയിലേക്ക് മാറ്റുന്നതിനെ സ്ഥാനക്കയറ്റം എന്ന് പറയുന്നു. അതൊരു ഇൻറ്റേർണൽ സോഴ്സസ് ആണ് അല്ലേ? ആ ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തെ ഇൻറ്റേർണൽ സോഴ്സ് എന്താണ്? ശമ്പളം, പദവി, ഉത്തരവാദിത്തം എന്നിവയിൽ മാറ്റമില്ലാതെ ഒരു ജീവനക്കാരനെ സമാനമായ ജോലിയിലേക്ക് മാറ്റുന്നതിനും പ്രൊമോഷൻ എന്ന് പറയുന്നു. ഇത് ഒരു തരം ആന്തരിക ഉറവിടമാണ്.
അത് ഒരു മിസ്റ്റേക്കാണ് കേട്ടോ, വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത് അതാണ്, പ്രമോഷനും ട്രാൻസ്ഫറും ഒക്കെ. നെക്സ്റ്റ് എക്സ്റ്റേണൽ സോഴ്സസ്. ഓർ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എക്സ്റ്റേണൽ സോഴ്സസ് ആണ് ബാഹ്യ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഒരു സ്ഥാപനം നിലവിലുള്ള ജോലിക്കാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നോ അല്ലാതെ പൊതുജനങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുകയാണെങ്കിൽ അതിനെയാണ് ബാഹ്യ ഉറവിടങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിൻ്റെ പുറത്ത് നിന്ന് ജോലിക്കായിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്ന ആ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഒരു എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്താണ്? മീഡിയ അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ ചെയ്യില്ലേ, പേപ്പറിൽ, മാധ്യമ പരസ്യങ്ങൾ. അപ്പം വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങൾ, ഉദാഹരണം ടി വി, റേഡിയോ, പത്രങ്ങൾ, ആഴ്ചപ്പതിപ്പുകൾ തുടങ്ങിയവയിലൂടെ പരസ്യരൂപേണ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നതിനെയാണ് മാധ്യമ പരസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിക്രൂട്ടേഴ്സ് എന്താണ്? ഈ എക്സ്റ്റേണൽ സോഴ്സസ് ആയിട്ടുള്ള ഈ ഒരു പേപ്പറിലും ന്യൂസിൽ, റേഡിയോയിലും ഒക്കെ പരസ്യം ചെയ്യും. എന്താണ്? ഇങ്ങനെ ഈ ഒരു കമ്പനിയിലോട്ട് ആളെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ കുട്ടികൾ അപ്ലൈ ചെയ്യും. പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും ഒരു എക്സ്റ്റേണൽ സോഴ്സാണ്. എന്താണെന്ന് വെച്ചാൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ പട്ടിക നേരത്തെ തയ്യാറാക്കി വയ്ക്കുകയും ഒഴിവ് വരുന്ന തസ്തികകളിലേക്ക് യോഗ്യത നോക്കി ഉദ്യോഗാർത്ഥികളെ വിതരണം ചെയ്യുന്നതുമായ പ്രക്രിയയാണിത് എന്നാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി. അതെന്താണ്? ഒരു എക്സ്റ്റേണൽ സോഴ്സസ് ആണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ഇപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത് പ്രമോഷനും ട്രാൻസ്ഫറും ആണ് ഇൻറ്റേർണൽ സോഴ്സസ്. ഒരു എക്സാമ്പിൾ എക്സ്റ്റേണൽ സോഴ്സസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പോൾ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു റിക്രൂട്ടിംഗ് ആണ് ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പുറത്ത് നിന്ന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് എനി 2 റിലാക്സേഷൻസ് അവൈലബിൾ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 ടു എ 1% കമ്പനി. അപ്പോൾ 1% കമ്പനിയിൽ വരുന്ന റിലാക്സേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള കമ്പനീസ് ആക്ട് പ്രകാരം കിട്ടുന്ന 1% കമ്പനിയിൽ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കൊക്കെ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ്. പക്ഷേ 1% കമ്പനിയിൽ എന്താണ്? ഒരാൾ മാത്രമായിരിക്കും എല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്? വാർഷിക പൊതുയോഗം നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് ഒന്നും കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ 1% കമ്പനിക്ക് എന്താണ് ഉള്ള ഫേവേഴ്സാണ് കേട്ടോ. ഓപ്ഷൻ സി എന്താണ്? വാർഷിക റിട്ടേണിൽ ഡയറക്ടർക്ക് ഒപ്പിടാം. ഒരു കമ്പനി സെക്രട്ടറിയുടെ ആവശ്യമില്ല. ഒരു കലണ്ടർ വർഷത്തിലോ ഓരോ പകുതിയിലോ ഒരു 1% കമ്പനി ഡയറക്ടർ ബോർഡിൻ്റെ ഒരു മീറ്റിംഗ് മാത്രമേ നടത്താവൂ. അതുപോലെ 2 മീറ്റിങ്ങുകൾ തമ്മിലുള്ള വിടവ് 90 ദിവസത്തിൽ കുറവായിരിക്കരുത്. ഇതൊക്കെയാണ് ഈ ഒരു കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഈ 1% കമ്പനിക്കുള്ള റിലാക്സേഷൻസ് കേട്ടോ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫൈൻ എൻ്റർപോർട്ട് ട്രേഡ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ എൻ്റർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സ്ഥാപനം മറ്റേതെങ്കിലും രാജ്യത്തെ സ്ഥാപനങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി ചരക്കുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതൊരു മാറ്റവും വരുത്താതെയോ അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടിയുള്ള എൻ്റർപോർട്ട് ട്രേഡ് അല്ലെങ്കിൽ പുനർകയറ്റുമതി വ്യാപാരം എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു ഇന്ത്യൻ കമ്പനി തായ്ലൻഡിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുകയും ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെ ഇന്ത്യക്കായുള്ള എൻ്റർപോർട്ട് വ്യാപാരം എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എൻ്റർപോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റുമതിക്ക് കരാറുകളോ വസ്ത്രങ്ങളോ പെൻസിലുകളോ ഹെവി മെഷീനറികളോ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ബാങ്കിങ് സേവനങ്ങളോ ആകാം. കയറ്റുമതിയുടെ പരിധികൾ സാധാരണയായി സർക്കാർ നിയന്ത്രണത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത്. ഉദാഹരണത്തിന്, ആഭ്യന്തരമായി സാധനങ്ങൾ ആവശ്യമാണെങ്കിൽ ആഭ്യന്തര വിതരണവും വിലയും നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ് സാധനങ്ങളുടെ കയറ്റുമതി പരിമിതപ്പെടുത്തിയേക്കാം. എൻ്റർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത പ്രൊഡക്റ്റ് പിന്നെ വേറൊരു രാജ്യത്തേക്ക് കയറ്റുമതി അയക്കുന്നതിനെയാണ് നമ്മൾ എൻ്റർപോർട്ട് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ പിന്നീട് ആ സാധനം നമ്മൾ ഇവിടുന്ന് ദുബായിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ട്രേഡിങ്ങിനെയാണ് നമ്മൾ എൻ്റർപോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തെ ഡെഫിനിഷൻ നോക്കിയാൽ മതി കേട്ടോ. 38ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് എനി 2 avenues ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്വയം തൊഴിലിൻ്റെ 3 ഗുണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ട്രേഡിംഗ്, മാനുഫാക്ചറിങ്, പ്രൊഫഷണൽസ്, ഇൻഡിവിജ്വലൈസ്ഡ് സർവീസസ്. ഇതൊക്കെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ അവന്യൂസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 39ാമത്തെ. നിപുൺ വാസ് വർക്കിംഗ് in an enterprise on daily wages basis. It was difficult for him to fulfill the basic needs of his family. His daughter fell ill. He had no money for his daughter's treatment. To meet the expenses of her treatments, he participated in a cycle race and won the prize money. The cycle company offered him a permanent pensionable job which he happily accepted. By quoting lines from the above paragraph, identify the needs of Rahim that are satisfied by the offer of the cycle company. Also explain two other needs of Rahim followed by the above that are still to be satisfied. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിപുണിന് വേണ്ടത്? ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. Psychological needs and safety needs of Nipun are being satisfied by the offer of the company. അപ്പോൾ അയാൾക്കൊരു പെട്ടെന്നൊരു ജോലി വേണമെന്നുള്ളതും അതുപോലെ അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി നീഡ്സും ആ ഒരു കമ്പനി അഷ്യൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ദ അതർ നീഡ്സ് ഓഫ് നിപുൺ ഫോളോഡ് ബൈ ദ സൈക്കോളജിക്കൽ നീഡ്സ് ആൻഡ് സേഫ്റ്റി നീഡ്സ് ആൻഡ് സ്റ്റിൽ നീഡ് ടു ബി സാറ്റിസ്ഫൈഡ് ആസ് ഫോളോസ്. അപ്പോൾ ഇനിയും സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് നീഡ്സ് എന്തൊക്കെയാണ്? നിപുണിൻ്റെ ശാരീരിക ആവശ്യങ്ങളും സുരക്ഷാ ആവശ്യങ്ങളും കമ്പനിയുടെ ഓഫർ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നിപുണിൻ്റെ മറ്റ് ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ ആവശ്യങ്ങളും സുരക്ഷാ ആവശ്യങ്ങളും ഇപ്പോഴും തൃപ്തിപ്പെടേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണ്? ബിലോങ്ങിങ് നീഡ്സ്, എസ്റ്റീം നീഡ്സ് ഒക്കെയാണ് ഇനിയും തൃപ്തിപ്പെടേണ്ടതായിട്ടുള്ളത്. അതെന്തൊക്കെയാണ്? ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആവശ്യങ്ങൾ വാത്സല്യം, സ്വന്തമായ ബോധം, സ്വീകാര്യത, സൗഹൃദം എന്നിവയെ സൂചിപ്പിക്കുന്നു. സഹകരണ സംഘ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ആക്സസ് ചെയ്യാവുന്നവരും ദയയുള്ളവരുമായ മേലുദ്യോഗസ്ഥർ ഉള്ളതിനാൽ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ജീവനക്കാരുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. ആ ഒരു ബിലോങ്ങിങ് നീഡ്സ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം, സ്വയംഭരണ പദവി, അംഗീകാരം, ശ്രദ്ധ എന്നിവ പോലുള്ള ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ജീവനക്കാർ നന്നായി പ്രവർത്തിക്കുമ്പോൾ പ്രശംസയും അംഗീകാരവും നൽകുന്നതിലൂടെയും പ്രമോഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും സ്ഥാപനം അതിൻ്റെ ജീവനക്കാരുടെ ഈ ആവശ്യകതകൾക്ക് നിറവേറ്റാൻ കഴിയും. ഓക്കെ, അപ്പം ബിലോങ്ങിങ് നീഡ്സും എസ്റ്റീം നീഡ്സും ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള പെട്ടെന്നുള്ള സൈക്കോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും ആ കമ്പനി അവർക്ക് ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റേക്ക് ഉണ്ട്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് എനി 3 ലിമിറ്റേഷൻസ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ 3 ലിമിറ്റേഷൻസ് എന്താണ്? ശക്തി ചെലുത്തലിൻ്റെ കുറവ്, പ്രതികരണത്തിൻ്റെ അഭാവം, അയവില്ലായ്മ, കുറഞ്ഞ ഫലദായകത്വം. ഇതൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിയിട്ട് പോകണം കേട്ടോ എക്സാമിന്. 42ാമത്തെ ക്വസ്റ്റ്യൻ. A manufacturer or a detergent powder wants to introduce detergent cake in the market under a new brand name. Which sales promotion tool should use to attract the customers? Give reasons in support of your answer. അപ്പോൾ ഈ ഒരു ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ മാനുഫാക്ചറിന് ഒരു പുതിയൊരു ഡിറ്റർജൻറ്റ് കേക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, പുതിയൊരു ബ്രാൻഡ് നെയിം കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഏത് സെയിൽസ് പ്രൊമോഷൻ ടൂൾ വെച്ചിട്ടാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ ചെയ്യാം? ഏത് സെയിൽസ് പ്രൊമോഷൻ ടൂൾ ഉപയോഗിക്കാം? നമുക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണം നടത്താം അല്ലേ? അപ്പോൾ അങ്ങനെ ഡെമോ വെച്ചിട്ട് ആ ഒരു സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് യൂസ് ചെയ്തിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ സാമ്പിൾ കൊടുക്കുക. എന്നിട്ട് എന്താണ് അവർ യൂസ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് സാധനം വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു സൗജന്യ സാമ്പിളുകളുടെ വിതരണം എന്ന് പറഞ്ഞാൽ മുകളിൽ സൂചിപ്പിച്ചതുപോലെ വിതരണം സൗജന്യ സാമ്പിളുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു സെയിൽസ് പ്രൊമോഷൻ ടൂളാണ്. അപ്പോൾ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാമ്പിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ബോണസ് ഓഫർ എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ വിപണനക്കാർ സ്റ്റാൻഡേർഡിനൊപ്പം അധിക അളവ് വാഗ്ദാനം ചെയ്യുന്നു. ഉപഭോക്താവിന് അധിക ചാർജുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, എങ്കിൽ ബോണസ് ഓഫേഴ്സ് കൊടുക്കാം. പിന്നെ പ്രൈസ് ഓഫർ എന്ന് വെച്ചാൽ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മത്സരം കുറയ്ക്കുന്നതിന് നിരവധി ബിസിനസ് കമ്പനികൾ പ്രൊഡക്റ്റിൻ്റെ വില കുറച്ചിട്ട് ഫസ്റ്റ് കൊടുക്കാം. പിന്നെ എന്താണ് സൗജന്യ ഓഫർ. അപ്പോൾ എന്ന് വെച്ചാൽ പല കമ്പനികളും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് അവരുടെ ഉൽപ്പന്നങ്ങൾ സൗജന്യ ഓഫറുകൾ നൽകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ആ ഒരു പുതിയൊരു ബ്രാൻഡ് നമുക്ക് എന്താണ് ആ ഒരു ഡിറ്റർജൻറ്റ് കേക്കിന് വേണ്ടിയിട്ട് അവർക്ക് പുതിയ സെയിൽസ് പ്രൊമോഷൻ, പുതിയ പ്രൊഡക്റ്റിനൊരു സെയിൽസ് പ്രൊമോഷൻ കൊടുക്കാവുന്ന ഈ ഒരു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ സൗജന്യ സാമ്പിളുകൾ അവർക്ക് വിതരണം ചെയ്യാം, ബോണസ് ഓഫർ നൽകാം, പ്രൈസ് ഓഫർ കൊടുക്കാം, സൗജന്യ ഓഫർ കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. Roshan is the chief chef of Kitmat restaurant located in the city of Bangalore. The place is known for its exquisite Mughlai cuisine, especially mutton biryani and kebabs. All the food is prepared under Roshan's purview. The various activities in the kitchen are initiated in accordance to his instructions. He is very clear and specific in issuing instructions to his subordinates. In order to ensure smooth working of the department, he personally oversees the method followed by the chefs for preparation of each dish. He misses no opportunity to praise his subordinates for their good work. All his team members feel very happy and satisfied under his direction. He provides constant guidance to them in order to improve upon its taste and presentation, and also encourages them to innovate and be more creative in their work. In the above context, identify the various elements of directing mentioned in the above paragraph by quoting lines from the paragraph. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് തന്നിട്ട് ഇതിൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്താണ്? എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഈ ഒരു പാരഗ്രാഫിൽ ഏതൊക്കെ രീതിയിലാണ് മെൻഷൻ ചെയ്തത്, ആ ഒരു പാരഗ്രാഫ് എടുത്തെഴുതാനാണ് പറഞ്ഞത്. ഏത് എലമെൻറ്റ്, ഇപ്പം ഇതിൽ നമുക്ക് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സൂപ്പർവിഷൻ ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്. ഇതുപോലെയുള്ള എലമെൻറ്റ് നമുക്ക് ഏതൊക്കെയാണ് ഈ ഒരു പാരഗ്രാഫിൽ ചോദിച്ചതെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? റോഷൻ എന്ന് പറയുന്ന ചീഫ് ഷെഫ് ഏത് റെസ്റ്റോറൻറ്റിലെ, കിത്മത്ത് റെസ്റ്റോറൻറ്റിൽ ബാംഗ്ലൂരിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു ചീഫ് ഷെഫാണ് റോഷൻ. ഈ റോഷൻ്റെ ഒരു എങ്ങനെയാണ് റോഷൻ അവിടെ ജോലി ചെയ്യുന്നത്? അവിടെ എല്ലാവർക്കും എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അവരുടെ ആ ഒരു പ്രസൻറ്റേഷനിലായിക്കോട്ടെ, റെസിപ്പീസിലായിക്കോട്ടെ, അതിനൊക്കെ എന്താണ് ഈ ഒരു റോഷൻ എന്താണ് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഒരു പ്രോപ്പർ നല്ലൊരു ലീഡർ എന്ന നിലയ്ക്ക് അദ്ദേഹം എന്താണ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ് അല്ലേ. എല്ലാവരും ഒരുപോലെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് റോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഐഡൻറ്റിഫൈ ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് മെൻഷൻഡ് ഇൻ ദി എബവ് പാരഗ്രാഫ്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നമ്മുടെ ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആ ഒരു പാരഗ്രാഫ് ഏതാണെന്ന് വായിച്ച് മനസ്സിലാക്കുക. അത് ആ ഒരു എലമെൻ്റ് ആയിട്ട് എഴുതുക. ഈ ഒരു പാരഗ്രാഫിൽ നിന്നുള്ളത് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ. ഈ ഒരു 4 ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം എലമെൻ്റ് ആയിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ കണക്ട് ചെയ്യുന്നത്? He is very clear and specific in issuing instructions to his subordinates in order to ensure smooth working of the department. വിനിമയമാണ് ഇവിടെ ഡയറക്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? ഹി ഈസ് വെരി ക്ലിയർ ആൻഡ് സ്പെസിഫിക് ഇൻ ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻ ടു ഹിസ് സബോർഡിനേറ്റ്സ് ആണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനം ഒക്കെ ഉറപ്പാക്കുന്നതിൽ എന്താണ് അവർക്ക് കീഴുദ്യോഗസ്ഥർക്ക് അവരുടെ സബോർഡിനേറ്റ്സിന്, ആ ഷെഫിൻ്റെ സബോർഡിനേറ്റ്സിന് അവർ നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നിർദ്ദിഷ്ടമായിട്ട് കാര്യങ്ങൾ ആശയവിനിമയത്തിലൂടെ അദ്ദേഹം ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷനിലൂടെ. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് സൂപ്പർവിഷൻ ആണ്. സൂപ്പർവിഷനിൽ എന്താണ് പറയുന്നത്? മേൽനോട്ടം വഹിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് മനസ്സിലായത്? ഹി പേഴ്സണലി ഓവർസീസ് ദ മെത്തേഡ് ഫോളോഡ് ബൈ ദ ഷെഫ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഈച്ച് ഡിഷ്. അപ്പോൾ ആ ഒരു മേൽനോട്ടത്തിൽ സൂപ്പർവിഷനിൽ എന്താണ് പറയുന്നത്? ഓരോ ഡിഷസ് തയ്യാറാക്കുന്നതിനും എന്താണ് ആ ഒരു പാചകക്കാർ പിന്തുടരേണ്ട രീതിയൊക്കെ അദ്ദേഹം എന്താണ് വ്യക്തിപരമായിട്ട് തന്നെ മേൽനോട്ടം വഹിക്കുന്നു എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ലീഡർഷിപ്പ്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ നേതൃത്വം വഹിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം? അത് പറയുന്നത് he provides constant guidance to them in order to improve upon its taste and presentation, and also encourages them to innovate and be more creative in their work. നേതൃത്വം നൽകുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അവരുടെ അതിൻ്റെ അഭിരുചിയും അവതരണവും ഒക്കെ എന്താണ് ആ ഒരു ഫുഡ് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം എന്താണ് അവർക്ക് നിരന്തരമായിട്ടുള്ള ആ ഒരു മാർഗനിർദ്ദേശം നൽകുന്നു. അതുപോലെ തന്നെ അവരുടെ ജോലി കൂടുതൽ ഇന്നോവേറ്റീവ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ വേണ്ടിയിട്ടും അവരെ നിരന്തരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഒരു ലീഡർ ചെയ്യേണ്ട ഒരു കടമ. അതാണ് ഈ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്റ്റിംഗ് എലമെൻറ്റ്
ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ മോട്ടിവേഷൻ നൽകുന്നത് എങ്ങനെയാണ്, അവർക്ക് ഒരു പ്രചോദനമാവുന്നത് എങ്ങനെയാണ്, ഏത് വരിയിലാണ് അത് പറയുന്നത്? ഹി മിസ്സസ് നോ ഓപ്പർച്യൂണിറ്റി ടു പ്രൈസ് ഹർ സബോർഡിനേറ്റ്സ് ഫോർ ദെയർ ഗുഡ് വർക്ക്. അപ്പം തൻ്റെ സബോർഡിനേറ്റ്സിനെ അവർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ എന്താണ് പ്രശംസിക്കാനും അതൊക്കെ അങ്ങനെ ഒരു അവസരം ഇതുവരെ അദ്ദേഹം പാഴാക്കാറില്ല. അപ്പം അങ്ങനെ ഒരു അവസരമായി അദ്ദേഹം പാഴാക്കാതെ ഏതൊരു കാര്യങ്ങളും അവർ ചെയ്യുന്നതിനൊക്കെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരെ പ്രശംസിക്കുന്നു എന്നാണ് ആ ഒരു ലൈനിൽ പറയുന്നത്. അപ്പം നിങ്ങളടുത്ത് ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് ഈ ഒരു പാരഗ്രാഫിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഏതെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ചോദിക്കുക. ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ ഈ ഒരു ഫംഗ്ഷൻ പറയുന്നത് എന്താണ് എന്നായിരിക്കും, ഈ ഒരു ലൈനിൽ പറയുന്നത് എന്താണെന്ന് അത് എടുത്ത് എഴുതിയിട്ട് ആ ഫംഗ്ഷൻ ഏതാണെന്ന് എഴുതാൻ, അങ്ങനെ ഒരു ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ ഇതിലോട്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം. നെക്സ്റ്റ് ഹൈപ്പോത്തിക്കേഷൻ ലെറ്റർ എന്താണ്? കയറ്റുമതിക്കാരൻ ഉടൻ പേയ്മെൻറ്റ് ലഭിക്കണമെങ്കിൽ അയാൾക്ക് ബില്ല് തൻ്റെ ബാങ്കിൽ നിന്ന് കിഴിവ് ലഭിക്കുമെന്ന് ഇതിനായി അയാൾ തൻ്റെ ബാങ്കിന് ഹൈപ്പോത്തിക്കേഷൻ കത്ത് നൽകണം. ഇറക്കുമതിക്കാരൻ സ്വീകരിക്കുന്ന എക്സ്ചേഞ്ച് ബില്ലിനൊപ്പം ഒരു ബാങ്കിനെ അഭിസംബോധന ചെയ്ത കത്താണ് ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ. കയറ്റുമതിക്കാരൻ തൻ്റെ ലെറ്റർ ഓഫ് ഹൈപ്പോത്തിക്കേഷൻ മുഖേന കയറ്റുമതിക്കാരന് കയറ്റുമതി ചെയ്യുന്നയാൾക്ക് ബില്ലിനെ അപമാനിച്ചാൽ സാധനങ്ങൾ വിൽക്കാൻ ബാങ്കിനെ അധികാരപ്പെടുത്തുന്നു. അപ്പോൾ അത് രണ്ടുമാണ് ആ ഒരു ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുള്ളത്, വാട്ട് ആർ ബിൽ ഓഫ് ലേഡിംഗ്, ഷിപ്പിംഗ് ഓർഡർ ആൻഡ് മെയ്ഡ്സ് റെസീറ്റ്? ഇത് മൂന്നും എന്താണ്, എക്സ്പോർട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ബിൽ ഓഫ് ലേഡിംഗ് അപ്പോൾ ഇങ്ങനെ ചോദിക്കും, പിന്നെ റാൻഡമായിട്ട് ആ ഒരു എക്സ്പോർട്ടിങ്ങിൻ്റെ പ്രോസസ്സിലുള്ള 3-4 കാര്യങ്ങൾ എന്താണെന്ന് എടുത്ത് എഴുതേണ്ടി വരും. അപ്പോൾ അത് നോക്കാം. ബിൽ ഓഫ് ലേഡിംഗ്, ഷിപ്പിംഗ് ഓർഡർ, മെയ്ഡ്സ് റെസിപ്റ്റ്. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ ചരക്ക് കപ്പലിൽ കയറ്റിയ ശേഷം ഷിപ്പിംഗ് കമ്പനി നൽകുന്ന ഒരു രേഖയാണിത്. ഇത് ഷിപ്പിംഗ് കമ്പനിയുടെ സാധനങ്ങൾക്കുള്ള അംഗീകാരമാണ്. ചരക്കുകളുടെ ശീർഷകം കാണിക്കുന്ന ഒരു രേഖയാണിത്. അംഗീകാരത്തിലൂടെയും ഡെലിവറിയിലൂടെയും സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഇപ്പം ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു ചരക്ക് കപ്പലിൽ കയറ്റിയ ശേഷം ഷിപ്പിംഗ് കമ്പനി നൽകുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് ലേഡിംഗ്. ഷിപ്പിംഗ് ഓർഡർ എന്താണ്? കസ്റ്റംസ് ഓഫീസ് കയറ്റുമതിക്ക് അനുമതി നൽകുന്ന പ്രധാന രേഖയാണ് ഷിപ്പിംഗ് ബില്ല്. കസ്റ്റംസ് ഓഫീസർ നമുക്ക് കയറ്റുമതി നമ്മുടെ എക്സ്പോർട്ടിന് അനുമതി നൽകുന്ന പെർമിഷൻ നൽകുന്നതിനുള്ള ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ് ഷിപ്പിംഗ് ബില്ല്. അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളുടെ പേര്, കയറ്റുമതിക്കാരൻ്റെ പേര്, വിലാസം, അന്തിമ ലക്ഷ്യസ്ഥാനം മുതലായവയെക്കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതാണ് ഷിപ്പിംഗ് ഓർഡറിലുള്ളത്. ഇനി അടുത്ത എന്താണ്, മെയ്ഡ്സ് റെസിപ്റ്റ്. എന്താണ് മെയ്ഡ്സ് റെസിപ്റ്റ്? കപ്പലിൽ ചരക്ക് കയറ്റുമ്പോൾ കപ്പലിൻ്റെ കമാൻഡിംഗ് ഓഫീസർ നൽകുന്ന ഒരു രസീതാണ് മെയ്ഡ് രസീത്. അതിൽ കപ്പലിൻ്റെ പേര്, ബർത്ത്, കയറ്റുമതി തീയതി, പാക്കേജുകളുടെ വിവരണം, കപ്പലിൽ രസീത് ലഭിക്കുന്ന സമയത്ത് ചരക്കിൻ്റെ അവസ്ഥ മുതലായവ അടങ്ങിയിരിക്കുന്നു. അതാണ് മെയ്ഡ്സ് റെസിപ്റ്റ്. എന്തൊക്കെയാണ്? കപ്പലിൽ നമ്മൾ ചരക്ക് കയറ്റുമ്പോൾ കപ്പലിൻ്റെ കമാൻഡിംഗ് ഓഫീസർ നൽകുന്ന ഒരു റെസിപ്റ്റാണ് ഈ ഒരു മെയ്ഡ് റെസിപ്റ്റ്. അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുക? നമ്മുടെ കപ്പലിൻ്റെ പേരുണ്ടാവും, നമ്മൾ കയറ്റുമതി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഡേറ്റ്, പിന്നെ ആ ഒരു പാക്കേജിൽ എന്തൊക്കെയാണെന്നുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, പിന്നെ കപ്പലിൽ നമ്മൾ റെസിപ്റ്റ് ലഭിക്കുന്ന സമയത്ത് ചരക്കിൻ്റെ അവസ്ഥ മുതലായവ ഒക്കെയാണ് ഈ ഒരു ഡീറ്റെയിൽസിൽ മെയ്ഡ് റെസിപ്റ്റിൽ അടങ്ങിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൽ വരുന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകമെമ്പാടുമുള്ള തൊഴിലൊഴിവുകൾ പരസ്യപ്പെടുത്തുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ആധുനിക ഉറവിടങ്ങളാണ് വെബ്സൈറ്റുകൾ. അപ്പം വെബ്സൈറ്റുകളിലൂടെ നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണ്, നമ്മുടെ ചെലവ് കുറയ്ക്കുക, സമയം ലാഭിക്കുക, അതുപോലെ സൗകര്യപ്രദവും വേഗതയേറിയതുമായ മാർഗ്ഗമാണ് ഇതിന് ഉദാഹരണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ റിക്രൂട്ട്മെൻറ്റ് നമുക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓരോ വെബ്സൈറ്റുകളുണ്ടാവും. അപ്പോൾ Naukri.com, jobsearch.com, monster.com, ഇതൊക്കെ എന്താണ്, ഈ ഒരു റിക്രൂട്ടേഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ റിക്രൂട്ട്മെൻറ്റ്. നെക്സ്റ്റ് ഔട്ട്സോഴ്സിങ് എന്താണ്? റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് എന്നത്
കോഡ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു രൂപമാണ് BPO ആൻഡ് കോട്ട്. ഒരു തൊഴിലുടമ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയകളുടെ മുഴുവനായോ ഭാഗികമായോ ഒരു ബാഹ്യ സേവന ദാതാവിന് കൈമാറുന്നു. അപ്പോൾ ഒരു റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി മറ്റൊരു ആൾ വഴി റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഔട്ട്സോഴ്സിങ്. നെക്സ്റ്റ് ഇൻറ്റേൺഷിപ്പുകൾ. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ പുതിയ ബിരുദധാരികൾക്ക് പ്രത്യേകിച്ച് സാങ്കേതിക മേഖലകളിൽ സമ്മർ ഇൻറ്റേണുകളായിട്ട് പ്രവർത്തിക്കാൻ ഇവ തൊഴിൽ നൽകുന്നു. പിന്നീട് അവരുടെ ഇൻറ്റേൺഷിപ്പ് പരിശീലനം പൂർത്തിയാകുമ്പോൾ അവർക്ക് സ്ഥിരമായ ജോലികൾ വാഗ്ദാനം ചെയ്തേക്കാം. അതാണ് ഇൻറ്റേൺഷിപ്പ് ഒക്കെ ഒരു പുതിയ റീസെൻ്റായിട്ട് വരുന്ന ട്രെൻഡ്സിലാണ്, റിക്രൂട്ട്മെൻറ്റിൻ്റെ ട്രെൻഡുകളാണ് ഇതൊക്കെ. പിന്നെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഉണ്ടാവും. വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ തൊഴിലുടമയ്ക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്താം, ഒരു പ്രമുഖ പത്രത്തിലോ ഓൺലൈനിലോ പരസ്യം ചെയ്തിട്ട്. ഉദ്യോഗാർത്ഥികളോട് വ്യക്തിപരമായി വന്ന് അല്ലെങ്കിൽ സംസാരിക്കുന്നവരോട് ഫോണിലൂടെ ബന്ധപ്പെടുക, അങ്ങനെയൊക്കെ ജോലി ഒഴിവിലേക്ക് അവരുടെ വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെടുന്നു. ഒഴിവുകൾ പെട്ടെന്നുണ്ടാകുകയും ഉടനടി നികത്തേണ്ടി വരികയും ചെയ്യുമ്പോൾ ഇത് റിക്രൂട്ട്മെൻറ്റിൻ്റെ നല്ല ഉറവിടമായിട്ട് വർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വാക്കിൻ ഇൻ്റർവ്യൂ, ഇൻറ്റേൺഷിപ്പ്, ഔട്ട്സോഴ്സിങ്, ഈ റിക്രൂട്ട്മെൻ്റ് ഒക്കെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ റീസെൻ്റായിട്ട് വന്ന ട്രെൻഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Companies have to get their securities listed in the stock exchange for the purpose of trading through the stock exchange. Describe the steps involved in the trading procedure. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഹെഡിങ് പറയാം. ആദ്യം ബ്രോക്കറുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് നിക്ഷേപകൻ സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ആ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആളെ ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് പ്ലേസ്മെൻറ്റ് ഓർഡർ. ബ്രോക്കറെ ഉറപ്പിച്ചതിന് ശേഷം നിക്ഷേപകൻ കമ്പനിയുടെ പേര്, വാങ്ങേണ്ട ഓഹരികളുടെ എണ്ണം അല്ലെങ്കിൽ ഇടപാട് നടത്തേണ്ട വില എന്നിവ പ്രസ്താവിച്ച് ഒരു ഓർഡർ നൽകുന്നു. അതാണ് പ്ലേസ്മെൻറ്റ് ഓർഡർ. മൂന്നാമത്തെ സ്റ്റെപ്പ് ബ്രോക്കർ മുഖേനയുള്ള വ്യാപാരം. ഏതെങ്കിലും വാങ്ങുന്നയാൾ വിൽപ്പനക്കാരൻ തൻ്റെ കമ്പ്യൂട്ടറിൽ ആവശ്യമുള്ള വില ഉദ്ധരിച്ചാൽ ബ്രോക്കർ ഇടപാട് നടത്തുന്നു. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇടപാടുകൾ ക്യാഷ് അടിസ്ഥാനത്തിലോ ക്യാരി ഓവർ അടിസ്ഥാനത്തിലോ ആകാം. നാലാമത്തെ സ്റ്റെപ്പ് നിക്ഷേപകനുള്ള വിവരങ്ങൾ. ഇടപാടിനെ കുറിച്ച് ബ്രോക്കർ നിക്ഷേപകനെ അറിയിക്കുന്നു. വാങ്ങുന്നയാൾ പണമടയ്ക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഇടപാടുകളും ഇലക്ട്രോണിക് ബുക്ക് എൻട്രി വഴി ക്ലിയറിംഗ് ഹൗസ് വഴി തീർപ്പാക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ആ ഒരു ട്രേഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്മോൾ ബിസിനസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എനി കൺട്രി. ഡു യു അഗ്രി വിത്ത് ദ അബവ് സ്റ്റേറ്റ്മെൻറ്റ്? എനുമറേറ്റ് എനി ഫോർ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ബിസിനസ്. പിന്നീട് സ്മോൾ ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്ത് ഉടനടി വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ചെറുകിട ബിസിനസ് സംരംഭങ്ങൾക്ക് കഴിയും. അപ്പോൾ സ്മോൾ ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് ഉടനടി വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു സ്മോൾ ബിസിനസ് സംരംഭങ്ങൾക്ക് കഴിയുന്നുണ്ട്. പിന്നെ വലിയ തോതിലുള്ള ബിസിനസ് സംരംഭങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് കുറഞ്ഞ മൂലധന നിക്ഷേപം മാത്രമാണ് ആവശ്യം വരിക. അപ്പോൾ അവരുടെ ആ ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ചെറിയ, മറ്റേ വലിയ വലിയ ബിസിനസ്സുകളെ അപേക്ഷിച്ചിട്ട് അവരുടെ മുടക്ക് മുതൽ കുറവായിരിക്കും. പിന്നെ നെക്സ്റ്റ് പ്രാദേശിക വിഭവങ്ങളുടെ ഉപയോഗവും കുറച്ച് സാധനങ്ങളുടെ ഉപയോഗവും കുറഞ്ഞ പ്രവർത്തന ചെലവും കാരണം ഉൽപ്പാദന ചെലവ് കുറവാണ്. അപ്പോൾ മറ്റുള്ള വലിയ വലിയ മാനുഫാക്ചറിങ് കമ്പനീസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സ്മോൾ ബിസിനസ് യൂണിറ്റുകൾക്ക് അവരുടെ മുടക്കുമുതലും കുറവാണ്. അതുപോലെ അവരുടെ ചെലവ്, അവരുടെ ആ ഒരു പ്രവർത്തന ചെലവൊക്കെ അതുപോലെ ആ ഒരു പ്രൊഡക്ഷന് അവർക്ക് ചിലവാകുന്ന ഉൽപ്പാദന ചെലവൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അവരുടേതായിട്ടുള്ള റോ മെറ്റീരിയൽസ്, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അവൈലബിൾ ആവുന്ന വിഭവങ്ങളൊക്കെ ഉപയോഗമൊക്കെ ആയിരിക്കും അവർ കൂടുതലും യൂസ് ചെയ്യുക. അതുപോലെ സാധനങ്ങളുടെയൊക്കെ കുറവുള്ള, നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളുടെയും കൂടുതൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഉപയോഗം കുറവായതുകൊണ്ട് അവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഈ ഒരു സ്മോൾ ബിസിനസ് യൂണിറ്റുകൾ അവരുടെ പ്രോസസ്സിങ് നടത്തുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ചെറുകിട വ്യവസായങ്ങൾ രാജ്യത്തെ ഉപയോഗിക്കാത്ത വിഭവങ്ങൾ ഫലപ്രദമായി സമാഹരിക്കാൻ സഹായിക്കുന്നു. പ്രാദേശിക വിഭവങ്ങളുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ കുടിൽ വ്യവസായങ്ങൾ വഴി ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാകും. അപ്പോൾ നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആവുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക്
ഒരു നമ്മുടെ ഗ്ലോബലി നമുക്ക് നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അന്ന് കുറച്ചുകൂടി യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കുടിൽ വ്യവസായങ്ങളായിക്കോട്ടെ, നമ്മുടെ ഗ്രാമപ്രദേശത്ത് നിന്നൊക്കെ നമ്മൾ ചെയ്യുന്ന തൊഴിലുകളായിക്കോട്ടെ, ആ ഒരു വ്യവസായങ്ങളൊക്കെ വഴി എന്താണ് നമുക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനൊക്കെ ഈ ഒരു സ്മോൾ ബിസിനസ്സിന് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ചെറുകിട വ്യവസായങ്ങൾ രാജ്യത്തിൻ്റെ സമതുലിതമായ പ്രാദേശിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് വരികയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ഓരോ സ്ഥലത്ത് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നത് കൊണ്ട് എന്താണ് അവിടുത്തെ ഏരിയയിലുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത് അവർക്ക് എന്താണ് എക്കണോമിക്കലി ആണെങ്കിലും സോഷ്യലി ഉള്ള ഒരു ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു പ്രാദേശിക വികസനം ഈ ഒരു ചെറുകിട വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ എന്താണ്, ആ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തിലേക്ക് നയിക്കുന്ന വിഭവങ്ങളുടെ ഉറവിടത്തിന് സമീപം ഇവ എളുപ്പത്തിൽ സ്ഥാപിക്കാവുന്നതാണ്. കൂടുതലും എന്താണ്, ഇത് എളുപ്പത്തിൽ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് യൂണിറ്റ് തന്നെയാണ് അല്ലേ സ്മോൾ സ്കെയിൽ ബിസിനസ്. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.